അമിത ജോലിഭാരത്താൽ മാനസിക സമ്മർദ്ദത്തിലായി ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെ മരണം വിളിച്ചു പറയുന്നത് ബിഎൽഒമാരുടെ അരക്ഷിതാവസ്ഥയാണ്. ഇത്തരം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ബിഎൽഒമാരുണ്ട്. പക്ഷേ അച്ചടക്ക നടപടി പേടിച്ച് എല്ലാം ഉള്ളിലൊതുക്കി നേരം പുലരുന്നത് മുതൽ രാത്രി വൈകിയും അവർ ജോലി തുടരും. തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെയുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജോലിഭാരം കൂട്ടി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കിയെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വാദം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജോലി സമ്മർദ്ദമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഘടകവിരുദ്ധമായാണ് കാര്യങ്ങളെന്ന് കണ്ണൂരിലെ ബിഎൽഒ അനീഷ് ജോർജിന്റെ ജീവനൊടുക്കൽ ബോധ്യപ്പെടുത്തുന്നു. SIRനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും ചെയ്യേണ്ടി വരുന്നതാണ് ബിഎൽഒമാരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. നേരിട്ടുള്ള ഫോം വിതരണം, ഫോം പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങൽ, 2002 വോട്ടർ പട്ടികയുമായി ഒത്തുനോക്കൽ, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈനിൽ രേഖപ്പെടുത്തൽ എന്നിവയാണ് ബിഎൽഒയുടെ ചുമതലകൾ. ഡിസംബർ 9 ISR കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതിനാൽ ഓരോ ദിവസവും ബിഎൽഒമാർക്ക് മേൽ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് ഒട്ടും കുറയാതെ അവർ താഴെത്തട്ടിലെ ബിഎൽഒമാർക്ക് മേലും ചുമത്തും. കിലോമീറ്ററുകളോളം അലയുന്ന ബിഎൽഒമാർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സംസ്ഥാനത്താകെ 25,000 ബിഎൽഒമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓരോ ബൂത്തിന് കീഴിലും 1000 മുതൽ 1200 വോട്ടർമാർ വരെ ഉണ്ടാവും. ആദ്യം 300 ഫോമാണ് നൽകിയത്. 2-3 ഘട്ടമായാണ് ശേഷിക്കുന്ന ഫോം നൽകിയത്. ഇതോടെ ബിഎൽഒമാർക്ക് ഒരു വീട്ടിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും പോവേണ്ടി വരും. ഇത് സമയനഷ്ടമുണ്ടാക്കുന്നു. കുന്നും മലയും കയറി ഗ്രാമങ്ങളിലെ വീടുകളിലെത്തുമ്പോൾ ആളുണ്ടാവാറുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സപ്ലിമെന്ററി വോട്ടർ പട്ടിക സംസ്ഥാന കമ്മീഷന് നിശ്ചയിച്ച സമയത്ത് പ്രസിദ്ധീകരിക്കാനായില്ല. നാമനിർദ്ദേശ പത്രിക നൽകിയവരുടെ കണക്ക് പോലും സമയത്ത് കിട്ടുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ജോലി കൂടുതലാണ് ഇതിന് കാരണമായി പറയുന്നത്. ബിഎൽഒമാർ അപ്ലോഡ് ചെയ്യുന്ന വോട്ടറുടെ വിവരം പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ്. പല ഉദ്യോഗസ്ഥരും വരണാധികാരികളാണ്. ഇതൊക്കെയാണ് ജോലിഭാരം കൂടാനുള്ള കാരണം.